വെൽക്കം ബാക്ക് ടു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് സ്പെൽ ദ വേർഡ് ചാലഞ്ച്. ഈ 4 പേരായിരിക്കും ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുന്നത്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ചാർലി ആൻഡ് കൊമ്പൻ ഉണ്ട്, എഡ്വിൻ BCB ഉണ്ട്, ആൻഡ് റാഷിക് DB ഉണ്ട്. ഗൈസ് ഓക്കെ. അപ്പോൾ 4 പേർക്ക് പാഡും അതുപോലെ തന്നെ പേപ്പറും തന്നിട്ടുണ്ട്. പാനി തന്നിട്ടുണ്ട്. പൂക്കി പാൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്രൂ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് അല്ല, ഇത് ഏതെങ്കിലും എണ്ണക്കാരൻ. അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്രൂ കുറച്ച് വേർഡ്സ് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡിക്ഷണറി ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അവിടെ സെലക്ട് ആക്കിയിട്ടുള്ളത്. എന്താണ് ചാലഞ്ച് എന്താ പറയട്ടെ പറയട്ടെ. ഓക്കെ, അപ്പൊ ഓരോ വേർഡായിട്ട് ക്രൂ പറയുന്നതായിരിക്കും. ആ വേർഡ് നമ്മൾ സ്പെല്ലിംഗ് തെറ്റാതെ എഴുതുക എന്നതാണ് ഇവിടുത്തെ കളി എന്ന് പറയുന്നത്. ഈ ഒരു ചാലഞ്ചിൽ ഒരു പോയിന്റ് എടുത്താൽ തന്നെ വലിയ കാര്യമാണ്, കാരണം അത്രയും ടഫ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കാനാണ് ചാൻസ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ശോക സാധനമാണ് guys. കാരണം നമ്മൾ പ്രൊനൗൺസ് ചെയ്യണ പോലെ ആയിരിക്കില്ല സ്പെല്ലിംഗ്. അവിടെയാണ് നമ്മൾ കുഴയാൻ പോകുന്നത്, മനസ്സിലായോ? അതെ അതെ. ഇംഗ്ലീഷിൽ ഞാൻ കുക്കറിനൊക്കെ നമുക്ക് ചാലഞ്ചിലേക്ക് കിടക്കുന്ന നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ റോഡ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഫസ്റ്റത്തെ വേർഡ് ഇവിടെ നമ്മുടെ സ്പീക്കറിൽ പ്ലേ ആവും. എല്ലാവരും കേൾക്കുക, എഴുതാം. ഇതെന്ത് ഏത് ലാംഗ്വേജ്? ഇംഗ്ലീഷിലാണത്. ACCOMADATED. ഞാൻ അക്കമ്പനിന്നാ കേട്ടത്. ഒരു COD ആണായിരുന്നു. ACCOME ആണോ? ഞാൻ അക്കമ്പനിന്നാണ് കേട്ടത്. അപ്പൊ നമ്മൾ ചാർലി ശരിയാക്കിയെന്നാണ് വിചാരിച്ചത്, പക്ഷെ ചാർലി അതിസാഹസികമായി തെറ്റി. ഒരു അക്ഷരം തെറ്റിച്ചിരിക്കുന്നു. ഇവിടെ ഏറെക്കുറെ തെറ്റി, അവിടെ മൊത്തം തെറ്റിയിരുന്നു. അക്കമ്പനിനെ വേറെ ഏതോ ഇടയ്ക്ക് തിരിച്ചേക്കാം. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുഴക്കും. അയ്യോ, നെസസറി. ഫോണിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്നെ നടിക്കുമ്പോൾ അപ്പുറത്ത് വരുമല്ലോ, അങ്ങനെ ക്ലിക്ക് ചെയ്താണ് പരിചയം അല്ലേ? എന്താണ് ബ്രോ? അല്ല, എനിക്ക് ഞാൻ ശരിക്കും സ്പെല്ലിംഗ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയില് പോകും. ആണല്ലേ, നന്നായി. ഫ്ലോ ശരിയാണെന്ന് പറയാം. എന്റെ തെറ്റും കൺഫേമാ. എന്റെ ഒരു 50% ശരിയാവും. അതെ, കഴിയാ. കൊമ്പ കാണി. NECSSORY. അയ്യോ, NESSASARY. NECC തെറ്റിയോ? അപ്പളെ തെറ്റി. എസ് ആണല്ലേ? SSARY. ശരിയാ. ഞാൻ ആക്ച്വലി ആദ്യം ഒരു C എഴുതി, പിന്നെ 2 C ഉള്ള പോലെ തോന്നിയിട്ട് ഒരു C കൂടി ആഡ് ചെയ്തു. CBSE എലക്സർ ആണല്ലേ? ഇതെല്ലാം നീയാണെന്ന് CBSE എലക്സർ. ഗൈസ്, അപ്പൊ എന്തായാലും ചാർലിക്ക് ഒരു പോയിന്റ്. എംബാരസ്മെന്റ്. കൂട്ടശ്ശേരി ഇതണ്ട. കൂട്ടശ്ശേരി ചെയ്യാനത്തെ കടന്ന് തർക്കിക്കേണ്ടി വരും ഈ പോയൊക്കെ. ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഒരു അക്ഷരം എനിക്ക് ഡൗട്ടാ. ഞാൻ തന്നെ എല്ലാം പറയണോ? എന്റെ BARESMENT. EMB ആണോ P ആണോ? ഞാൻ EMP എഴുതിയിരിക്കുന്നത്. തെറ്റിയില്ലേ? തെറ്റി. ഞാനും ബി. EMBARRASEMENT. രണ്ട് ടെസ്റ്റ് ഉണ്ടല്ലേ? പൊന്നോ. അപ്പോ അതും സാഹസികമായി തെറ്റിയിരിക്കുന്നു. ഒരു പോയിന്റുള്ള ചാലഞ്ച് തന്നെ മാത്രമല്ലേ? ചാർലി ജയിക്കും. 1-0 ചാർലി ജയിക്കും. കുറച്ചൊക്കെ ഈസി ആയിട്ടുള്ള മാത്രം എടുക്കായിരുന്നു. ഹൗസ് അറിയാവുന്ന ഞാൻ നിർത്തി. Supercalifragilisticexpialidocious. സൂപ്പർ
Supercalifragilisticexpialidocious. ആ ശരി എന്റെ Supercalifragilisticexpialidocious. ഉയ്യോ പറ്റത്തില്ല എന്റെ തെറ്റിയാ ഞാൻ അപ്പളെ തെറ്റി കാലിഫോർണിയ ചോദിച്ചേക്കത് ബ്രോ CBSE സെറ്റ് ആക്കി പിന്നെ അവരെ സ്റ്റേറ്റ് ശരിയാക്കാൻ പോണേ എഴുതിയത് ഓരോ ലെറ്റർ ആയിട്ട് പറഞ്ഞേ എസ് യു പി ഇ ആർ സി എ എൽ ഐ ശരിയാണ് യു ആ അല്ലല്ലേ യു എന്നിട്ട് വായിക്കേ SUPPER. ശരി ബികോം സാർ അടുത്ത ക്വസ്റ്റ്യൻ Miscellaneous. ഒന്നുകൂടെ മിസലീനിയസ് Miscellaneous. ഓക്കെ ചാർലി ബി സിബിന്റെ കഴിഞ്ഞോ പറ MISS തെറ്റി SCELE. ഞാൻ എമ്മീന്ന് എഴുതിയേ MISC ഇതിന്റെ മോള് കുത്തിട്ടിരിക്കുന്നു ഫുള്ള് തെറ്റാണ് പറഞ്ഞോ Tomorrow. അത് ഡൗട്ട് അയ്യോ എന്താണ് എഴുതി നോക്കണം അന്നേരം മനസ്സിലാവുള്ളൂ. ഓ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടല്ലേ ടൈപ്പ് ചെയ്യുമ്പോ ഈ സീൻ ഇല്ല ആ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പറഞ്ഞു തരുമല്ലോ പക്ഷെ എന്റെ ഒരു വെച്ചിട്ട് എന്റെ കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്റെ സെറ്റ് TOMORROW. കറക്റ്റ് ആണോ TOMORROW. TOMARROW MA അല്ല MO ആയിരുന്നു. എടാ ടുമോറോ എന്നായിരുന്നാ അതെ. പിന്നെ ടൊമാറ്റോ അല്ല ടൊമാറ്റോ അങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യാ ഞാനേത് റീല് കണ്ടായിരുന്നു സത്യം ആ ശരി മാറോ പോലും എഴുതാൻ അറിയാൻ മേലാത്ത കിഴങ്ങ് അപ്പൊ 1-1-1-0. ഭാഗ്യം 0. Gigantic. എല്ലാം ആദ്യം എഴുതുന്നുണ്ട് ഇപ്പൊ തോക്കാൻ വേണ്ടി Gigantic. ചൈഗാൻഡിക് മിണ്ടായിരുന്ന എഴുതിയ പോലെ നിനക്ക് എന്തിനാ നീ പറയണേ? മനസ്സിലാവണ്ടേ ഇത് ഇന്ത്യൻ ഇംഗ്ലീഷ് തമ്മിൽ ഭയങ്കര ഇതാട്ടോ ഇത് ഇന്ത്യയിൽ പറയുന്ന പോലെ അല്ല പുറത്ത് ഇംഗ്ലീഷ് പറയുന്നത് അതാണ് ഞാൻ ടൊമാറ്റോ എന്നൊക്കെ എഴുതി വെച്ച് പണ്ടാരം ജി ആണോ ശരിയാണോ ഐ എൻ ആണോ അല്ല തെറ്റി ഗൈഗാൻഡിക് എന്നായിരുന്നല്ലേ ഞാൻ CH ചൈഗാൻഡിക് എന്നാ എന്തേ പോലും എഴുതാൻ അറിയാൻ മേലാത്ത കിഴങ്ങ് അതവിടെ GIGANTIC. തെറ്റി തെറ്റില്ല. GIGANTIC. ജി ഐ ആ എ നീ എന്താ എഴുതുന്നുണ്ടോ അതെല്ലാം തെറ്റിക്കാന്ന ഇതെങ്ങനെ പഠിച്ചതിന് മുമ്പേ ഇതിന് മുമ്പ് ഡിക്ഷണറി ഒക്കെ നോക്കിയാ ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നല്ലോ ഇതല്ല ഇത് ജൈജാന്റിക്കിന് ആരുടെ എന്തൊക്കെ സെർച്ച് ചെയ്യാൻ പോണേ അല്ല ബാക്കി എനിക്ക് 10 കിട്ടില്ലായിരുന്ന ശരിയായിരുന്നു അതിനുള്ള ബോധമില്ലടേ ആ പറഞ്ഞ കാര്യമുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു Lace. എന്ത് ഇത് അടുത്ത് കേൾക്കുന്ന സാധനം അല്ല അത് അതാണ് എന്തോ ഒരു ഉണ്ട് Lace. എന്റെ എലിഫന്റ് റോങ് ആയിരിക്കും ആണ് തെറ്റി കാണിക്ക് എടാ എല്ലാ വയസ്സാണോ ആണോ ലൈസാണോ ആ ഞാൻ എന്തായാലും ഞാൻ വെട്ടിയിട്ട് ലേസ് ചെയ്തിട്ട് വീണ്ടും ലൈസ് ലേയേഴ്സ് ആ എനിക്കറിയാം തെറ്റിച്ച വേണമെന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ഞാൻ ഇന്നലെ തെറ്റിച്ചില്ല മനുഷ്യ അടുത്തടുത്ത് അപ്പൊ 2-2-2. Viola. ആ വൈ ആരാ തെറ്റിക്ക പറയാൻ പറ്റത്തില്ല കൊമ്പം തെറ്റിക്കണം അടിപൊളിയായിരിക്കും അയ്യോ BYTTIL. BYTILL ബ്രോന്റെ കാണിക്ക് അതന്നെ ബ്രോനെ കാണിക്ക് അതന്നെ
VYTT അല്ലേ? എടേ നിങ്ങളുടെ വൈദ്യുതി പൊട്ടായിരുന്നല്ലേ? ഞാനും അതാ ഇത്ര നാൾ അപ്പൊ എനിക്കറിയാം വൈറ്റിലൂടെ എനിക്ക് ഇതിന്റെ പോയിന്റ് ടേബിൾ എന്തായാലും ഒന്ന് പറഞ്ഞു രണ്ട്. അയ്യോ 0. അയ്യോ ബ്രോ എന്തിനും നടക്കുവോ? അയ്യോ ചാലഞ്ച് കഴിയുമ്പോ ഒരു പോയിന്റ് എടുത്തിരിക്കും. അത്രേ ഉള്ളൂ. എനിക്ക് രണ്ടുണ്ട്. നിനക്ക് കോമിക്സ് 3. LAYS എന്ന് പറഞ്ഞാലല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഞാൻ നിങ്ങൾ അത് എഴുതിയെങ്കിലും കണ്ടിന്യൂ അടുത്ത കണ്ടിന്യൂ. കുറച്ച് ചലഞ്ചായിട്ട് ആശിക്ക് ഇരുന്ന് നോക്കാറ്. ഞാൻ ലേസ് എഴുതി ടൊമാറ്റോ എഴുതി വെച്ച ടീമാ. വേറെ ഞാൻ പുറത്ത് പിന്നെ ഇംഗ്ലീഷ് അല്ലേ പാടേ. Physiotherapy. ഇത് ഒരു ഒന്നും പറയുന്നില്ല. അവസാനം എന്റെ നിലയിൽ ഇരിക്കും മൂക്ക്. ഇത് ശരിയാണ്. ഇതേ പണിച്ചോ എത്ര എഴുതിയേക്കണം? 3 എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോ തെറ്റ്. PHY SIO THERA PHY. ഇതിൽ എവിടുന്നാ തെറ്റിയത്? PY ആണോ? PSYO അല്ലല്ലോ. PSYO അല്ലല്ലോ. അത് സൈക്കോടാ അത്. അല്ല അയ്യോ PHY SE ആണോ അത് SI ആണോ? SI Entrepreneur. അടിപൊളി. ഇതും പോയി. അയ്യോ തെറ്റിന്ന് തോന്നുന്നുണ്ടേ. നിനക്ക് ഇത് പഠിക്കാനുണ്ടോ? എന്നിട്ട് നീ തെറ്റിച്ച മോശം. ഇതിന്റെ സ്പെല്ലിംഗ് പഠിക്കാനില്ല. സബ്ജക്ട് പഠിക്കാനില്ല. സ്പെല്ലിംഗ് പഠിക്കാനില്ല. ആടാ നിനക്കൊരു ടീച്ചർ കോളേജിൽ ഡിക്റ്റേഷൻ നടത്തുക. ENTREPRENEUR. ശരിയാ, എന്റെ തെറ്റി. ഇവിടുന്ന് ആറി മാറി ER ആയി പോയി. PRENEUR. തെറ്റിയാ? എന്റെ ENTUR അവിടെ പോയി. Neighborhood. നെയ്ബർഹുഡ് എന്നല്ലേ? എടാ ഇത് എനിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവാത്തെ. ഇതൊക്കെ ശരിയാവുന്നില്ലല്ലോ. ഒന്നും ചെയ്തു. ഞാനെന്തോ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആയ മതിയായിരുന്നു. ഞാൻ എഴുതിയില്ല. നിന്റെ ശരിയാ. അല്ല ബി അല്ല GH അല്ല വരാ. GH അല്ല വരാ. അല്ല എഴുതിയില്ല. ഇവൻ NEIGH ആണോ? അല്ല ആണോ? അതന്നെ അല്ലേ? NEIGHBOURHOD. അതന്നെ ഞാൻ പറഞ്ഞ ശരിയാണെന്ന്. ഇത് കണ്ടാ അറിയാം. മെസ്സേജ് എത്ര? 2 2 3 5. അയ്യോ അടുത്ത ക്വസ്റ്റ്യൻ. ഗൂഗിൾ ഇങ്ങനെയാണ് കണ്ടത്. ബുദ്ധിയില്ല എന്താ പറഞ്ഞ ബ്രോ? നിനക്കല്ലേ ബ്രോ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ ബ്രോയ്ക്ക് ശരിയാക്കി Homo sapiens. അടിപൊളി. ഇതിനകത്ത് എനിക്ക് ഒരു അക്ഷരം സംശയമുണ്ട്. ഇതും തെറ്റാൻ ചാൻസ് ഉണ്ട്. HOMO SAPH അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. HOMO SAPINS. ഇവിടെ ഫീ വന്നു വീണ്ടും. എനിക്കറിയാം ഇയാള് ഫീ എഴുതും. അല്ല പോയിന്റ് പറഞ്ഞില്ല 3 3 3 4 എടാ നേരത്തെ നെയ്ബർഹുഡ് ശരിയല്ലേ? അയ്യോ ഒരു മാർക്ക് മതിയായാ. അടുത്തടുത്ത് Treasure. ഇതും തെറ്റാൻ ചാൻസ്. ഇത് തെറ്റൂലായിരിക്കും. ഇതും തെറ്റിയ സത്യം പറയാം ഞാൻ ലോക മണ്ടെന്ന് വിളിക്കും. ഇത് ബ്രോ എന്തായാലും വൈറ്റില് തെറ്റിച്ചത്ര ഇതില്ലല്ലോ. എനിക്ക് അത് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം. ബാക്കിയൊന്നും തെറ്റിച്ചാൽ കുഴപ്പമില്ല. എടാ ഞാനിത് തെറ്റിക്കുമെന്ന് തോന്നുന്നു. TRESSURE. അപ്പൊ തെറ്റി.
അതെന്തോ ടി വന്നോട് പറഞ്ഞു TREA. ആ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഇവിടെ ഇങ്ങനെ എല്ലാം ശരിക്കും ഉണ്ടാവില്ല. TREA ഉണ്ടായിരുന്നു. ആടാ ട്രഷർ അങ്ങനെ ഉണ്ട്. എനിക്ക് അവിടെ ഡൗട്ട് ഉണ്ടായിരുന്നു. സീരിയസ്ലി ഡൗട്ട് ഉണ്ടായിരുന്നു. പണ്ടാരം ഞാനും ഇതാ പഠിച്ചിരിക്കുന്നേ. എവിടെ എനിക്കറിയാൻ ഇത് കണ്ട പോലെ എനിക്ക് ഓർമ്മ. എന്റെ മനസ്സിൽ ഇത് നടക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റേത് ഓർമ്മ. ജൽദി Coincidence. പോട്ടെ അതൊക്കെ എന്തേലും തെറ്റി. അയ്യോ ഇതെനിക്ക് 2 എണ്ണം ഇതുണ്ടല്ലോ അതിന്. അതല്ലേ രണ്ടെണ്ണം ഉള്ളത് രണ്ടതായിട്ടല്ലേ? ഇതിപ്പോ എന്തൊരു അപ്പൊ അത് തെറ്റിച്ച് ഞാൻ തെറ്റിച്ച്. ഒരു അവസരം കോയിൻസിഡന്റ് അത് കുഴപ്പമില്ല പോട്ട്. OINCIDENCE. ഞാൻ കോയിൻസിഡന്റ് എന്റെ തെറ്റിയതെന്ന് അറിയാമോ? CE എഴുതിയ ആ ഞാൻ SC എഴുതിയ. ഞാൻ COIN എനിക്കൊരു സംശയം SC എഴുതി. വരുമോന്ന്. ഞാൻ കോയിൻസിഡന്റ് പിന്നെ എനിക്ക് ഉറപ്പായി. അതല്ലേ കോയിൻസിഡന്റ് COINECID. എനിക്ക് ഒന്നും കൂടി ഇനി മാർക്ക് പറയണം. പറ എത്ര എണ്ണം ഉണ്ട്? 3 1 2 3 4 എത്രയുണ്ട്? 5. അഞ്ചല്ലല്ലോ ഇവിടെ അയ്യോ നാലാമത്. എനിക്ക് 5 എണ്ണായി. 1 2 3 4 കോൺസെപ്റ്റ് ശരിയായി. Fluorescent. ഓക്കെ FLU RR. ആ ഓക്കെ അടുത്ത FLU 6. എത്ര പോയിന്റ് ഉണ്ട്? 5. അയ്യോ 0. ചിരിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ചിരി പിടിച്ചെടുത്താറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. Nuisance. മനസ്സിലായി. പക്ഷെ എന്റെ സ്പെല്ലിംഗ് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ. അയ്യോ ഇത് ആദ്യം എഴുതിയാന്നൊന്ന് കറക്റ്റ്. ഇവിടെ എങ്ങനെ വരട്ടിട്ട് തെറ്റിട്ടുണ്ട്. ഇതിലോട്ടെ തേങ്ങ ഞാൻ എഴുതിയില്ല. എഴുതിയൊരു പറ. എന്നോ ആ തുറക്ക്. അപ്പൊ എന്നെ എന്നിട്ടാ ആ എന്നോ എന്നോ എല്ലല്ലേ എല്ലല്ലേ എല്ല എന്നാ എന്നോ ഇതാണ് കേക്കുന്നത്. അതെ LOWE ന്യൂസൻസ്. ലൂയിസൻസ് ആണോ ലൂയിസൻസ് ആണോ? അപ്പൊ അടുത്തത് Exaggerate. എക്സാജുറേറ്റ്. മലയാളം ട്രാൻസ്ലേഷൻ വേണോ? അതെനിക്കറിയാം. അതായത് ഇത് എക്സാജുറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അറിയത്തില്ല അതല്ല EXC അല്ല EXA GRU EXAGURATE. അതന്നെ EXAGURATE. താങ്ക് യു ബ്രോ, താങ്ക് യു ഗൈസ്. അപ്പോൾ ടോട്ടൽ മാർക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ടോപ്പ് ഉള്ളത് ഗൈസ് ഒക്കെ നമ്മുടെ KMC കോമൺ ആണ് 7 പോയിന്റ്സ് ഗൈസ്. ഓക്കെ ആൻഡ് സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സെക്കൻഡ് ഉണ്ട്. എഡ്വിൻ BCB ആൻഡ് ചാർലി എത്ര 6 മാർക്കാണ് ഗൈസ് ഉള്ളത്. ഗൈസ് അപ്പോൾ എന്തായാലും ഈ ഒരു ചലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാലഞ്ച് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ